പിന്നെ ഇവരെ മറക്കാൻ പാടില്ലല്ലോ നമ്മൾ എന്നുള്ളവർക്ക് ഫോട്ടോ വെച്ചു, ചിത്രം വരച്ചുണ്ടാക്കി. ചിത്രം വരക്കുമ്പോൾ എന്താ ഉദ്ദേശം? ആരാധിക്കണം എന്നുള്ള ഉദ്ദേശമല്ല. ഇവരൊക്കെ വലിയ വലിയ ആളുകളല്ല, പെട്ടെന്ന് അങ്ങനെ മറന്നു പോകാൻ പറ്റുമോ? ഓർമ്മക്ക് വേണ്ടി, തിരുക്കാറിന് വേണ്ടി മാത്രം. പക്ഷേ പിന്നീട് തലമുറയില്ലത് ചിത്രമല്ല, അതങ്ങ് ദ്രവിച്ചു പോലെ നമുക്കത് ബിംബമാക്കാൻ തീരുമാനിച്ചു. അപ്പോഴും ആരാധിച്ചിട്ടില്ല, ഓർമ്മക്ക് വേണ്ടിയാണ്. പക്ഷെ അടുത്ത തലമുറ വന്നപ്പോ പിശാച് പറഞ്ഞു, ഇതൊന്നും കേവലം ഓർമ്മിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഇവരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, ഇവരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പിശാച് രംഗം ഉപയോഗപ്പെടുത്തി. അങ്ങനെയാണ് ലോകത്ത് ബിംബാരാധനയുണ്ടായതെന്ന് ഹസ്രത്ത് ഇബ്നു അബ്ബാസ് വിശദീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് അമാനി മൗലവിയുടെ സൂറത്ത് നൂഹിന്റെ പരിഭാഷയിൽ നിങ്ങൾക്കത് വ്യക്തമായി കാണാൻ സാധിക്കണം, പോയി വായിച്ചു നോക്കണം. എന്തിനാ ഇത് പഠിപ്പിച്ചത്? ഇപ്പൊ ഫോട്ടോക്കൊക്കെ എന്തൊരു പ്രാധാന്യം നമ്മൾ ആളുകൾ കൊടുക്കുന്നത്. ചില ആളുകളൊക്കെ വീട്ടിൽ ചെന്നാൽ കാണാം, എന്റെ ഉപ്പാന്റെ ഫോട്ടോ ഞാൻ വലുതാക്കി എല്ലാവരും ചെയ്ത് വെച്ചിരിക്കുകയാണ് 4 മൂലക്ക്. എന്നിട്ട് ചിലര് മാലയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് വിളക്കും കൂടി കത്തിച്ച ആളാണ്. നമ്മൾ ആളുകൾക്ക് അറിഞ്ഞുകൂടെ ഈ ഫോട്ടോന്റെ ശെറത്തുണ്ട്. ഫോട്ടോയെ സംബന്ധിച്ച് അള്ളാന്റെ റസൂൽ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യത്തിനല്ലാതെ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇപ്പൊ പാസ്പോർട്ടിന്, അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡിന്, അല്ലെങ്കിൽ അത്യാവശ്യമായ എന്തെങ്കിലും ദഅവത്തിന്റെ ആവശ്യങ്ങൾക്ക്. ഇപ്പൊ നമ്മളിവിടെ ഇതൊരു തസ്വീർ ഫോട്ടോ എടുക്കലാണല്ലോ പതിവ്, അല്ലേ? ദഅവത്തിന്റെ ആവശ്യത്തിന് മാത്രമേ പണ്ഡിതന്മാരെ അനുവദിച്ചിട്ടുള്ളൂ. കാരണം ഒരു ഓഡിയോ കാസറ്റ് കേട്ട് മനസ്സിലാക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ അത് കേട്ട് മനസ്സിലാക്കാൻ അതിന് പ്രയോജനം അതിനുണ്ട് എന്നത് കൊണ്ട് മാത്രം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിമകളെ വിരോധിച്ചെങ്കിലും കുട്ടികൾക്ക് കളിക്കാൻ ജീവനുള്ളവരുടെ പ്രതിമ അനുവദിച്ചല്ലോ. അതുപോലെ ഇതുകൊണ്ട് മാത്രം നേടിയെടുക്കാവുന്ന വല്ല മസ്ലഹത്തും ഉണ്ടെങ്കിൽ മാത്രമേ പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫോട്ടോ അനുവദിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഈ ഫോട്ടോകളിൽ നിന്നാണല്ലോ ലോകത്തിൽ നിന്ന് ആരാധിക്കപ്പെടുന്ന ഒരുപാട് മഹാന്മാരുടെ ഫോട്ടോ, ക്രിസ്തുവിന്റെ ഫോട്ടോ വരഞ്ഞുണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നു. നിങ്ങൾക്കറിയാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഫോട്ടോ വരഞ്ഞുണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ബോംബെയിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോങ്ക്രിയിൽ നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ കെട്ടിടമുള്ളതിന്റെ നേരെ അപ്പുറത്ത് ഷിയാക്കളുടെ ആഗാ ഖാൻ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഒരു ദർഗയുണ്ട്. ഞങ്ങളതൊന്ന് കാണാൻ വേണ്ടി പോയതാ. ചെന്നോക്ക് മരക്കഴിച്ചിട്ട് ഒരു പെണ്ണ്, ഒരു മുസ്ലിം പെണ്ണാൻ തോന്നും കണ്ട, അവള് വന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ച ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട് അവിടെ. നല്ലൊരു പച്ച തലീക്കെട്ടൊക്കെ കെട്ടിയ ഒരാള്, ഒരു കുടുംബ ഫോട്ടോ ആണ്. ഫാത്തിമ ബീവി ഇരിക്കുന്നുണ്ട്, 2 തുടമേലും ഹസനും ഹുസൈനും ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്തെ അലി ഇരിക്കുന്നുണ്ട്, നടുക്ക് മുഹമ്മദ് നബി. ഹാദാ റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹേ. ഇവർ പറഞ്ഞുതരാ, ഏ അലി ഹേ, ഏ ഹസൻ ഹുസൈൻ ഹേ. ഈ പെണ്ണ് പറഞ്ഞുതരാ ഞങ്ങൾക്ക്. അപ്പൊ ഫോട്ടോ വരച്ചുണ്ടാക്കിയിരിക്കാണ്, എന്നിട്ട് അതിനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ വീട് അവിടെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങൾക്കിടയിൽ പോലും റസൂലിന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഷിയാക്കൾ അത് കൊണ്ടു നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ഫോട്ടോയല്ലേ. ഇവിടെ സായിബാബയുടെ ആളുകൾ സായിബാബയുടെ ഫോട്ടോയാണ് വെക്കുന്നത്. ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞത് എന്താ? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, മനുഷ്യരെല്ലാം ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് പറഞ്ഞതാ അല്ലേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നെ ആരാധിക്കണമെന്ന്. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ ആരാധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വലിയ പ്രതിമ മുമ്പിൽ വെക്കുകയാണ്, അല്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ. പലയിടത്തും പ്രതിമകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോട്ടോയിലൂടെയാണ് ബിംബാരാധന വന്നത്. അതുകൊണ്ടാണ് ഫോട്ടോയെ സലഫി പണ്ഡിതന്മാർ നിരുത്സാഹപ്പെടുത്തുന്നത്, ശിർക്കിന്റെ വഴി അടക്കാൻ വേണ്ടി. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ജീവനുള്ളവയുടെ ചിത്രം വരക്കുന്നവരും ഫോട്ടോ എടുക്കുന്നവരും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യം പുലർത്താൻ ശ്രമിക്കുകയാണ്. ആ നിലക്കും ഫോട്ടോയെ ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ നിരുത്സാഹപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഡിജിറ്റൽ ഫോട്ടോക്കല്ല, കണ്ട ജീവനുണ്ട് തോന്നിപ്പോകും അല്ലേ. അപ്പൊ അള്ളാഹിന്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യം പുലർത്താൻ, അനുകരിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു എന്നതും ഫോട്ടോ നിരോധിക്കാനുള്ള കാരണമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോ ആദിമ മനുഷ്യൻ ശിർക്കിലേക്ക് എത്തിപ്പെട്ടത് സാലിഹീങ്ങളെ കാര്യത്തിലുള്ള അതിര് കവിച്ചിലായിരുന്നു. നല്ല മനുഷ്യന്മാരോടുള്ള സ്നേഹം അതിര് കവിഞ്ഞിട്ട് അവരാരാധിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ആദ്യമായിട്ട് ശിർക്ക് ലോകത്ത് വരുന്നത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് റസൂല് പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികൾ ഈസബിന് മറിയമിന് അമിതമായി വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ കുറിച്ച് വാഴ്ത്തി പറയരുത്, ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണെന്ന് റസൂൽ പറയാൻ കാരണം എന്താ? സ്നേഹത്തിൽ അതിര് കവിഞ്ഞ് വഴിതെറ്റിപ്പോയ ശിർക്കിലെത്തിയ ഖൗമ് തന്റെ മുമ്പിലുണ്ട്. ഒരു ഖൗമല്ല, 2 ഖൗമ്. ഉസൈർ നബിയുടെ കാര്യത്തിൽ വഴിതെറ്റിയ യഹൂദികളും ഈസബിന് മറിയമിന്റെ കാര്യത്തിൽ വഴിതെറ്റിയ ക്രിസ്ത്യാനികളും. അവരെ മുന്നിൽ കണ്ടുകൊണ്ടാ റസൂൽ പറഞ്ഞ അവരെ പോലങ്ങളാകരുത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ മൗലീദിനോടനുബന്ധിച്ച് മദ്ഹുർ റസൂൽ എന്ന് പറഞ്ഞിട്ട് റസൂലിനെ മദ്ഹ് ചെയ്യുന്ന പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും. മൗലിദ് കിതാബ് എന്ന് പറഞ്ഞാൽ തന്നെ റസൂലിനെ മദ്ഹ് ചെയ്യാൻ ഉണ്ടാക്കിയതാണെന്നാണ് വെപ്പ്.
വാസ്തവത്തിൽ അതിലുള്ളത് എന്താ? യഥാർത്ഥ ചരിത്രമാണോ, റസൂലിന്റെ ചരിത്രമാണോ അതിലുള്ളത്? ചില ആളുകൾ അങ്ങനെയൊക്കെ ന്യായീകരിക്കാറുണ്ട്. റസൂലിന്റെ ചരിത്രമല്ലേ അതിലുള്ളത്, പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ, ഗദ്യമായും പദ്യമായും ഗദ്യപദ്യ സമ്മിശ്രമായും ഞങ്ങൾ ചരിത്ര പാരായണം ചെയ്യുകയല്ലേ. വാസ്തവത്തിൽ റസൂലുള്ളാഹിനെ ഗർഭം ധരിച്ചത് മുതൽ പ്രസവം വരെയുള്ള സംഭവങ്ങളല്ലാതെ ചരിത്രത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ അതിലുള്ളൂ. മിക്കവാറും ഉള്ളതൊക്കെ ഗർഭം ധരിച്ചത് മുതൽ പ്രസവം വരെയുള്ള സംഭവങ്ങളാണ്. റസൂലുള്ളാഹിനെ ഗർഭം ധരിച്ചത് റജബ് മാസത്തിലാണ്. കൊല്ലത്തുനിന്ന് പ്രസിദ്ധീകരിച്ചൊരു മങ്കൂസ് മൗലിദിന്റെ പരിഭാഷയിൽ റജബ് 27 ആമിന ബീവി റസൂലിനെ ഗർഭം ചുമന്നത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അവൻ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത മാതിരിയാ. നോക്കണം നിങ്ങൾ, എവിടുന്ന് കിട്ടിയത് അതൊക്കെ? അവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിക്കോളി നിങ്ങൾ. റജബ് 27, ബാക്കി 3 ദിവസം അതിൽ. അപ്പൊ അത് കൂട്ടണ്ട. ഷഅബാൻ, റജബ് കഴിഞ്ഞാൽ പിന്നെ ഷഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12 പെറ്റ്. ഇപ്പൊ പറ്റയിലെ 3 കുട്ടിയപ്പോ 7.5 മാസം അപ്പൊ നബി വയറ്റിൽ കിടന്നു. 8 മാസം കൂടി കഴിഞ്ഞിട്ടില്ല. വലിയ പ്രശംസപ്പത്. നമ്മളെ നാട്ടിൽ പറയില്ലേ, ഈ ചെറുക്കന്താ മാസം തികയാതെ പെറ്റമായിരുന്നു കുരുത്തക്കടി കാട്ടുമ്പോ. 8-ാം മാസം പെറ്റ പൊട്ടനാണ് ഈ ചെക്കൻ എന്ന് പറയും. അതാണ് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇവരുടെ പ്രശംസ കൊണ്ട് വന്നുകൂടുന്നത്. അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് മൗലിദ് കിതാബിൽ പറഞ്ഞിട്ട വലിയ മദ്ഹപ്പത്. എന്നിട്ടോ ആമിന ബീവിക്ക് റസൂലിനെ ഗർഭം ധരിച്ചപ്പോൾ യാതൊരു വേദനയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മക്കെന്താ കാര്യം, നമ്മളമ്മക്ക് വേദനല്ലാക്കുവോ? നബിന്റെ അമ്മക്ക് വേദനല്ലാറിനോട്ട് ഇത് പിൻപറ്റാൻ പറ്റിയ ചരിത്ര. അള്ളാഹു പറയുന്നു, ഹമലത്തു ഉമ്മുഹു കുർഹം വവളഅതുഹു കുർഹാ. മനുഷ്യന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത് വിഷമം സഹിച്ചുകൊണ്ടാണ്, പ്രസവിച്ചതും വിഷമം സഹിച്ചുകൊണ്ടാണ്. ഗർഭത്തിനും പ്രസവത്തിനും വിഷമം ഉണ്ടാവുന്നവൻ എന്റെ ഉമ്മയും ഒഴിവാന്ന് നബി പറഞ്ഞിട്ടില്ല. പിന്നെ ആദ്യത്തെ 3 മാസം ആദം നബി വരുന്നു, ഇദ്രീസ് നബി വരുന്നു, നൂഹ് നബി വരുന്നു ആമിന ബീവിന്റെ അടുത്ത്. എന്തിന്? പള്ള കാണാനേ. പള്ള കാണാൻ തെളിവായിപ്പോ മൗലൂദ് കിതാബില്. അടുത്ത മാസം ഇബ്രാഹിം നബി വരുന്നു, പിന്നെ അടുത്ത മാസം മൂസ നബി വരുന്നു, പിന്നെ അടുത്ത മാസം വേറെ നബിമാര് വരുന്നു. അവസാനം ഈറ്റെടുക്കാൻ വന്നത് ആരാ? ആസിയ ബീവി, ഫിറൗന്റെ ഭാര്യ അല്ലേ. മറ്റൊന്ന് മറിയം ബീവി. എല്ലാരെയും 37 പരിചയമായി. എന്നിട്ട് എങ്ങനെയാ പ്രസവ വേദന തുടങ്ങിയത്? ഒരു വേദനയും അറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു വെള്ളപ്പക്ഷി അതാ മേലെന്നിറങ്ങി വന്നിട്ട് ആമിന ബീവിയുടെ ആമിനയുടെ വയറ്റിന്റെ അടുത്തൂടി പറന്നു പോയിട്ടൊരു തട്ട് തട്ടി. അപ്പോൾ അതാ പേറ്റ് നോവ് തുടങ്ങി. ഇതിപ്പോ പ്രശംസ. ഇങ്ങനെയുള്ള കള്ളക്കഥകളാണ് മദ്ഹുർ റസൂൽ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകളൊക്കെ അതിന് സഹകരിച്ചു കൊടുക്കും. നമ്മക്കതിൽ വിശ്വാസമൊന്നുമില്ല, നല്ലൊരു മദ്ഹുർ റസൂൽ പ്രഭാഷണല്ലേ, ഒരാശംസ പറയാൻ ഞാനും പോയി, ഞാൻ രാഷ്ട്രീയത്തിന്റെ ആളെന്നൊക്കെ പോകാതെക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞത് ഈ ജാതി കള്ളത്തരങ്ങളായി പറയണത്. മുസല്ല വിരിച്ചിട്ട് തലയിൽ ടവലൊക്കെ ഇട്ടിട്ട് ഒന്നുണ്ടാക്കി വന്നിരുന്നിട്ട് ചന്ദനത്തിരി കത്തിച്ചിട്ട് ഭക്തിയിൽ ചെല്ലുന്ന സാധനങ്ങളാ അപ്പൊ ഇതൊക്കെ റസൂലിന്റെ പ്രശംസ. ബൂസീരിയുടെ ബുർദ. അപ്പൊ എല്ലായിടത്തും ബുർദ ആസ്വാദന സദസ്സുകളാണ്. ബുർദയിൽ വലിയ സാഹിത്യം. നമ്മുടെ മടവൂരി നേതാവ് അബ്ദുൽ അസീസ് മൗലവി പറഞ്ഞു, പിന്നെ മൊഹിയുദ്ദീൻ മാലിയിൽ വലിയ സാഹിത്യമുണ്ട്. അങ്ങനെ ചിലർ പറഞ്ഞ ബുർദയിലും വലിയ സാഹിത്യമുണ്ട്. ബുർദയിൽ സാഹിത്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ബൈബിളിലുണ്ട് വലിയ സാഹിത്യം. പക്ഷേ ഒരു മതഗ്രന്ഥം എന്ന നിലക്ക്, സാഹിത്യഗ്രന്ഥം എന്ന നിലക്കല്ലല്ലോ മൊഹിയുദ്ദീൻ മാലിയും മങ്കൂസ് മൗലിദിനും ബുർദയെന്ന് ജനങ്ങൾ കാണുന്നത്. ബുർദയൊക്കെ നേർച്ചയാക്കാണ്. ബുർദ ഉണ്ടാക്കിയതെന്ന് എന്തിനറിയോ? ബൂസീരിക്ക് പക്ഷപാതം പിടിച്ചിട്ട്, പക്ഷാഘാതം പിടിച്ചിട്ട് അതിന് രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ മദീഹ കവിത രചിക്കാൻ നേർച്ചയാക്കി. എന്നിട്ട് അത് ഉണ്ടാക്കിയപ്പോഴാണ് മാറിയെന്ന. അപ്പൊ രോഗം മാറാൻ നേർച്ചയാക്കണ സാധനം അത് വെറും സാഹിത്യത്തിന് വേണ്ടി ഓതുന്നതും പാടുന്ന സാധനമല്ല. അതിൽ ബൂസീരി പറയുകയാണ്, നസാറാക്കൾ അവരെ നബിയെ കുറിച്ച് പറഞ്ഞത് നീ ഒഴിവാക്ക്, അത് നീ നമ്മളെ നബിയെ കുറിച്ച് പറയണ്ട. അതല്ലാത്ത മദ്ഹ് എന്തു വേണമെങ്കിലും നീ പറഞ്ഞോ. അപ്പൊ ദൈവപുത്രൻ എന്ന് പറയണ്ട, അതല്ലാത്തതൊക്കെ നീ പറഞ്ഞോ. മുഹമ്മദ് നബിയെ കുറിച്ച് ദൈവപുത്രൻ എന്നല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ പറഞ്ഞാൽ പിന്നെ പുത്രൻ എന്ന് പറയേണ്ടതില്ലല്ലോ അല്ലേ. മീമറ്റ അഹ്മദും ഞാനെന്ന് ചൊന്നോവർ, വീണ്ടും ആയിനാറ്റ അറബി ഞാനെന്നോവർ. അഹമ്മദ് എന്ന് മീമ് പോയാ പിന്നെന്താ ഉള്ളത്? അഹദ്, ഞാൻ അഹദാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞത്രേ, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദായ പോലെ ഞാനും അഹദാണ്. പിന്നെ അറബി എന്ന് എഴുതിയിട്ട് അതിന് മാച്ചാൽ എന്താ ഉള്ളത്? റബ്ബ്, ഞാൻ റബ്ബാണ്. അപ്പൊ അള്ളാന്റെ റസൂലിനെ നിങ്ങൾ ദൈവപുത്രൻ എന്ന് പറയണ്ട, അതല്ലാത്ത എന്തും